ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ക്ലാസ്സായിട്ടൊന്നും എടുക്കുന്നില്ല. ശകലം ഞാൻ മോട്ടിവേഷൻ ചെയ്യാൻ ആളൊന്നും അല്ല, എങ്കിലും സെൽഫ് മോട്ടിവേഷൻ നമുക്ക് ആവശ്യമാണ്. എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മനസ്സിലേക്ക് ഒത്തിരി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ് വരാറുണ്ടല്ലേ. അതിൽ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും മിക്കവാറും കൂടുതൽ PC ഉദ്യോഗാർത്ഥികളുടെ കേസിൽ. അയ്യോ, ഞാൻ പഠിച്ചാൽ കിട്ടുമോ, പരീക്ഷ എഴുതുമ്പോൾ നെഗറ്റീവ്സ് കൂടുമോ, അങ്ങനെയൊക്കെ ഭയങ്കര ആദികൾ കാണും അല്ലേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ ജസ്റ്റ് ഒരു ഗെയിം കളിക്കുന്ന രീതിയിൽ വേണം നമ്മളൊരു പരീക്ഷ എഴുതാൻ. അതായത് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുക. പരീക്ഷ എഴുതുമ്പം ഒത്തിരി നെഗറ്റീവ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ടെൻഷൻ അടിച്ചാൽ, ഇത് കറുപ്പിച്ചാൽ, അല്ലെങ്കിൽ ഇത് ബബിൾ ചെയ്താൽ എനിക്ക് കിട്ടുമോ, കിട്ടിയേക്കും, ചിലപ്പോൾ മറ്റുള്ളവർ അതിൽ കൂടുതൽ ബബിൾ ചെയ്തിട്ടുണ്ടോ, ഇതൊന്നും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. പിന്നെ വീട്ടിലെ ചിന്തകൾ, അയ്യോ എനിക്ക് ഇത്രയും ഇതുണ്ട്, എനിക്ക് ജോലിയില്ല, എല്ലാവരും ചോദിക്കും, പിന്നെ വീട്ടിലെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും ആ സമയത്ത് ഓർക്കരുത്. നമുക്ക് ഏകദേശം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ പഠിക്കാൻ നേരത്ത് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് അല്ലേ. മെയിൻ ഡിസ്ട്രാക്ഷൻ എന്താണ്? ഫോണാണ്. ഫോണും റീൽസും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആദ്യം അതെന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. ഞാനാണെങ്കിലും റീൽസൊക്കെ കാണുന്ന ആളാണ്. ഞാൻ പഠിക്കാൻ നേരത്ത് ഇതെടുത്ത് വെച്ച് നോക്കിയിരുന്നാൽ പിന്നെ പഠിത്തമൊന്നും നടക്കാറില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഫോൺ അങ്ങ് മാറ്റി വെക്കും, അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ് അങ്ങ് ഓഫ് ചെയ്തിടും, എന്നിട്ടാണ് പഠിക്കാനിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം. അങ്ങനെ ആരോഗ്യം നോക്കുന്ന കേസ് പറഞ്ഞാൽ, നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ടെൻഷൻ പകുതി ഒഴിവാകും. നന്നായിട്ട് വെള്ളം കുടിച്ച് നമ്മൾക്ക് ഡീഹൈഡ്രേഷൻ ഒന്നും സംഭവിക്കാതെ നോക്കണം. പിന്നെ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തൊക്കെ ഹാൾ ടിക്കറ്റ്, പെന്ന്, കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പരമാവധി എന്ത് ചെയ്യുക, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക്, ഇല്ല എന്നെക്കൊണ്ട് പറ്റും, ഞാനത് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് കിട്ടും എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നീ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നിനക്ക് കിട്ടുകയില്ല, അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കുകളൊന്നും കേൾക്കാൻ നിൽക്കരുത്. കാരണം ആരും ദൈവങ്ങളല്ല. ദൈവത്തിന് മാത്രമാണ് നമ്മുടെ മേലെ എന്തുള്ളത്? അധികാരമുള്ളത്.